ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ 2024 നമ്മൾ എങ്ങനെ കീവേഡ് റിസർച്ച് ചെയ്യണം, ഇതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ കീവേഡ് റിസർച്ച് നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മൾ മാനുവലി നമ്മളൊരു ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട്, സീഡ് കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹൈ ഇൻറ്റൻ്റ് ഉള്ള കീവേഡുകളാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് സെർച്ച് വോളിയത്തിലുപരിയായിട്ട് ഏതൊക്കെയാണ് ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ഹൈ ഇൻറ്റൻ്റ് ഉള്ള കീവേഡുകൾ എന്നാണ്. അപ്പോൾ എന്താണ് ഹൈ ഇൻറ്റൻറ്റ് കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണെന്നുള്ളതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഹൈ ഇൻറ്റൻറ്റ് കീവേഡ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ 2024 നമ്മൾ യൂസ് ചെയ്യുന്ന ബിഡിങ് സ്ട്രാറ്റജീസ് മാക്സിമൈസ് കൺവേർഷൻ പോലുള്ള ബിഡിങ് സ്ട്രാറ്റജീസാണ്. അപ്പോൾ നമുക്കറിയാം മാക്സിമൈസ് കൺവേർഷൻ ബിഡിങ് സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഓഡിയൻസ് ബേസ്ഡ് ബിഡിങ് സ്ട്രാറ്റജീസാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പീപ്പിൾ ബേസ്ഡാണ്. അത് പീപ്പിൾ ബേസ്ഡാണ്. ആരാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളതിനാണ് പ്രാധാന്യം, അയാൾ എന്ത് സെർച്ച് ചെയ്ത് എന്നതിലുപരിയായിട്ട്. അപ്പോൾ മോർ വെയിറ്റേജ് ഈസ് ഗിവൺ ടു പേഴ്സൺ ഹു ഇസ് സെർച്ചിങ്. ആര് സെർച്ച് ചെയ്യുന്നതിനാണ് വെയിറ്റേജ് കൊടുക്കുന്നത്. ഇനി ഇവിടെ നമുക്കറിയാം, അങ്ങനെ ആകുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യും, എന്താണ് അങ്ങനെയാണെങ്കിൽ പിന്നെ കീവേഡ്സിൻ്റെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, കാരണം ആര് സെർച്ച് ചെയ്യുന്നു എന്നുള്ളതിനല്ലേ പ്രാധാന്യം എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ തിങ്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ശരിയാണ്. പക്ഷേ എന്നാൽ പോലും നമ്മളിപ്പോൾ പുതിയൊരു ക്യാമ്പയിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു ഗൂഗിൾ ആഡ് അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് അൽഗോരിതം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാമ്പയിന് നമ്മുടെ ഓഡിയൻസ് ആരാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നമ്മുടെ റൈറ്റ് ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിഷ്യലിൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസ്, ഇനിഷ്യലിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈ ഇൻറ്റൻ്റ് ഉള്ള കീവേഡുകൾ കൊടുത്തിട്ട് നമ്മൾ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൈ ഇൻറ്റൻ്റ് കീവേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നതോടുകൂടി ക്യാമ്പയിൻ്റെ ലേണിംഗ് പീരീഡ് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് കുറയും. ഇപ്പം നിങ്ങൾ കൊടുക്കുന്നത് വളരെ സെർച്ച് വോളിയുള്ള ടോപ്പ് ഓഫ് ദ ഫണൽ കീവേഡ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ലേണിംഗ് ടൈം വളരെ കൂടുതലായിരിക്കും. അതേസമയം അതിന് ലിമിറ്റഡ് നമ്പർ ഓഫ് വോളിയമുള്ള ഹൈ ഇൻറ്റൻ്റ് ഉള്ള പർച്ചേസ് ഇൻറ്റൻ്റ് ഉള്ള കീവേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രാസ്റ്റിക്കായിട്ട് നമ്മുടെ ക്യാമ്പയിൻ്റെ ലേണിംഗ് പീരീഡ് കുറയ്ക്കാൻ സാധിക്കും. അൽഗോരിതത്തിന് റൈറ്റ് ഓഡിയൻസിനെ കണ്ടെത്താൻ സാധിക്കും. അതുവഴി നമുക്ക് പെട്ടെന്ന് നമ്മളെ ക്യാമ്പയിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2024 നമ്മൾ ഇനി വരുന്ന സമയങ്ങളാണെങ്കിൽ പോലും കീവേഡ് റിസർച്ച് എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ റെലവൻ്റായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഐഡിയൽ ടോപ്പിക് എടുത്തിട്ട് നമുക്ക് കീവേഡ് റിസർച്ച് നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് നമുക്ക് ഹൈ ഇൻറ്റൻറ്റ് കീവേഡുകൾ കണ്ടെത്താൻ നോക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള് കീവേഡ് പ്ലാനറാണ്. അത് ഫ്രീ ടൂളാണ്. ഗൂഗിൾ ആഡ്സിൽ എല്ലാ അക്കൗണ്ടിലും കീവേഡ് പ്ലാനർ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് കീവേഡ് പ്ലാനറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളെ ക്യാമ്പയിൻ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ക്യാമ്പയിൻ കഴിഞ്ഞിട്ട് ടൂൾസിലാണ് കീവേഡ് പ്ലാനർ കാണും. ഇവിടെ നിങ്ങൾക്ക് ഡിസ്കവർ ന്യൂ കീവേഡ്സ് കാണും, ക്ലിക്ക് ചെയ്യാം. അതാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതാണ് നമ്മുടെ കീവേഡ്. ഇവിടെയാണ് നിങ്ങൾ കീവേഡ് എൻ്റർ ചെയ്യേണ്ടത്. ഇത് സീഡ് കീവേഡാണ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ സീഡ് കീവേഡ് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് കറക്റ്റായിട്ട് കൺട്രി നിങ്ങൾ സെലക്ട് ചെയ്തോളണം. എവിടെയാണ് നിങ്ങളെ കൺട്രി എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തോളണം. എവിടെയാണ് നിങ്ങളുടെ ലൊക്കേഷൻ. ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് കൊച്ചി ആണെങ്കിൽ കൊച്ചി സെലക്ട് ചെയ്തോളാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലം കറക്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തോളാം. അങ്ങനെയാണ് നിങ്ങൾ ലൊക്കേഷൻ നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇന്ത്യ ഞാൻ ക്യാൻസൽ ചെയ്തു, കൊച്ചിയിൽ മാത്രമാക്കി. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലം മാത്രമാക്കി മാറണമെങ്കിൽ അത് മാറ്റാം. അപ്പോൾ അതിനനുസരിച്ച് ഫസ്റ്റ് തന്നെ നിങ്ങൾ ലൊക്കേഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. പക്ഷെ നമ്മളിവിടെ ആദ്യം കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ വെബ്സൈറ്റ് വെച്ച് തുടങ്ങിയാലുള്ള റിസ്ക് എന്ന് പറയുന്നത്, ബേസിക്കലി ഗൂഗിൾ നമ്മുടെ വെബ്സൈറ്റ് സ്കാൻ ചെയ്യും. അപ്പം വെബ്സൈറ്റ് സ്കാൻ ചെയ്തിട്ട് അതിൽ നിന്ന് കീവേഡ് പിക്ക് ചെയ്യാണ് ചെയ്യാം. പക്ഷെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിലുപരിയായിട്ട് നമുക്ക് ഒരുപാട് കസ്റ്റമൈസ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതാണ് എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സീഡ് കീവേഡ് എടുക്കുന്നത് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് പറയുന്ന ഒരു കീവേഡാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാനത് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി പോയിട്ട് ഞാൻ കൊച്ചിയിലെ ഫ്ലാറ്റുകളെ കുറിച്ചൊരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഒരു ബേസിക് കീവേഡ് ഇതാണ്. അപ്പോൾ ഞാനത് ഗെറ്റ് റിസൾട്ട് കൊടുത്തു. ഇപ്പം നമുക്ക് മൊത്തത്തിൽ ഏകദേശം ഒരു 917 കീവേഡ്സ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാ കീവേഡും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്രോഡൻ യുവർ സെർച്ച്, ഹോംസ് ഇൻ കൊച്ചി, പ്രോപ്പർട്ടീസ് ഇൻ കൊച്ചി, ഫ്ലാറ്റ്സ് ഇൻ കേരള. ഇതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും വേണമെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് 917 കീവേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഇനി നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി എടുത്തില്ല, ഏതെങ്കിലും നല്ല റെലവൻറ്റ് കീവേഡ് ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വോളിയം ഇനിയും കൂടും. അപ്പോൾ തൽക്കാലം ഞാനത് ചൂസ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള കീവേഡുകൾ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇത്രയും കീവേഡുകളുണ്ട് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. അപ്പോൾ നമുക്ക് ആദ്യം
നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കീവേഡുകൾ നമ്മൾ റിഫൈൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാനിത് റിഫൈൻ കീവേഡ് എടുത്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്പാൻഡ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ എന്നാ ഒരുപാട് കീവേഡുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പം ഇവിടെ റിഫൈൻ കീവേഡിൽ വന്നിട്ട് ഞാൻ ആദ്യമൊക്കെ ഡീസെലക്ട് ചെയ്യാം. ഭൂരിപക്ഷം എനിക്ക് ആവശ്യമില്ലാത്തായിരിക്കും. അതിൽ നോൺ ബ്രാൻഡ്സ് മാത്രം ഞാൻ വെക്കുകയാണ്. പിന്നെ റിയൽ എസ്റ്റേറ്റ് ഏജൻസി. അപ്പോൾ ആളുകൾ DLF ഏജൻസി, ടാറ്റ, പ്രസ്റ്റീജ്, യെല്ലോ അഡ്രസ് ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് ആളുകൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്പെസിഫിക് ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള സെർച്ചുകളാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. കാരണം അതിനു വേണ്ടി സെർച്ച് ചെയ്യുന്ന ഒരാൾ നമ്മൾ അവരെ കീവേഡ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനീഷ്യൽ സ്റ്റേജിൽ. അത് നമുക്ക് ബേസിക്കലി CPC ഭയങ്കര കൂടുതലായിരിക്കും. നമ്മളെ കോസ്റ്റ് കൂടാൻ വളരെ സാധ്യതയുണ്ട് മറ്റുള്ള ആളുകളുടെ പേരിൽ നമ്മൾ ബിഡ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിലുള്ള ബ്രാൻഡ് ടേമുകൾ ഞാൻ ഒഴിവാക്കുന്നത്, പ്രസ്റ്റീജ് പോലുള്ള ബ്രാൻഡ് ടേമുകൾ. കാരണം പ്രസ്റ്റീജിക്ക് അവർക്ക് കൂടുതൽ കീവേഡ് റെലവൻസ് ഉണ്ടാവും. അവരുടെ വെബ്സൈറ്റ് prestige.com ആവും, ടാറ്റൻ്റെ വെബ്സൈറ്റ് tata.com ആവും. അതിൽ ടാറ്റ എന്ന് പറയുന്ന ലോഗോ ഉണ്ടായിരിക്കും, കണ്ടൻറ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് CPC വളരെ കുറവായിരിക്കും. അപ്പോൾ അതേസമയം നമ്മൾ ബിഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ് ചിലപ്പോൾ സെക്കൻഡ് സ്പോട്ടിലോ തേർഡ് സ്പോട്ടിലോ കാണിക്കും. ആളുകൾ ക്ലിക്ക് ചെയ്ത് നമ്മളെ CPC ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അതുകൊണ്ട് ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കീവേഡ് നമ്മൾ യൂസ് ചെയ്യില്ല കീവേഡ് സ്ട്രാറ്റജിയിൽ. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിമെമ്പറാണ്. ഇനി അതേപോലെ തന്നെ ഇത് DLF കോൺട്രാക്ട്, ഇത് കഴിഞ്ഞിട്ട് കോൺട്രാക്ടേഴ്സ്, പിന്നെ അതർ ബ്രാൻഡ്സ്, OLX, ഇൻഫോ പാർക്ക്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ കോമ്പറ്റീറ്റേഴ്സാണ്. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത ഈ കോമ്പറ്റീറ്റേഴ്സ് ബ്രാൻഡിനെ മൊത്തം നമ്മൾ ഒഴിവാക്കി. ഇനി നമ്മൾ അടുത്തായിട്ട് റെൻറ്റ് പ്രോപ്പർട്ടി, ഫ്ലാറ്റ് ഫോർ റെൻറ്റ്. നമ്മളെ ലക്ഷ്യം നമ്മൾ ഫ്ലാറ്റ് സെയിലാണ്, റെൻ്റല്ല. അപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റ് ഫോർ റെൻറ്റ് എന്ന് പറയുന്ന സാധനം ഡീസെലക്ട് ചെയ്യാൻ പോകണം. അതുവഴി 388 കീവേഡുകൾ എനിക്ക് പോയി. ഓക്കെ, ഇനി ഫ്ലാറ്റ് ഫോർ സെയിൽ, ഈ കീവേഡ് എനിക്ക് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ തിങ്ക് ചെയ്യാം. ഫ്ലാറ്റ് ഫോർ സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചോദിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയ കീവേഡാണ്. ഒരാൾ ഞാനിപ്പോൾ ഫ്ലാറ്റ് ഫോർ സെയിൽ ഇൻ കൊച്ചി എന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ്, ഏതൊക്കെ ഫ്ലാറ്റാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. സോ ദാറ്റ്സ് എ മോർ റെലവൻറ്റ് ആയിട്ടുള്ള കീവേഡാണ്. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കുന്നില്ല, അത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. ഇനി പ്ലേസ് നോക്കുക, നിങ്ങളുടെ പ്ലേസ് മാത്രം നിങ്ങൾ വെച്ചാൽ മതി. ഇപ്പോൾ ഒരാൾ സ്പെസിഫിക് ആയിട്ട് കാക്കനാടയ്ക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കാക്കനാട് മതിയാവും ഫ്ലാറ്റ്. അപ്പോൾ അയാൾ ജനറലി ഇടപ്പള്ളി നോക്കിക്കൊള്ളുന്നില്ല, തൃപ്പൂണിത്തറ നോക്കണമെന്നില്ല, കലൂർ നോക്കണമെന്നില്ല, ആലുവ, പാലാരിവട്ടം, കാടവന്ത്ര, പനമ്പള്ളി, ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. വൈറ്റില, തേവര, സ്പെസിഫിക് ലൊക്കേഷനൊക്കെ നിങ്ങൾ ഒഴിവാക്കിക്കോളാം. നിങ്ങളെ സ്പേസ് എളമക്കരയാണെങ്കിൽ കറക്റ്റ് എളമക്കര എടുത്തോളാം, കളമശ്ശേരിയാണ് കറക്റ്റ് കളമശ്ശേരി എടുത്തോളാം, നോ ഇഷ്യൂസ്. ഇനി ഫ്ലാറ്റ് ലേഔട്ട് നമ്മൾ 1 BHK അല്ല, 2 BHK അല്ല, 3 BHK അല്ല. ഓക്കെ, അതവിടെ വന്നോട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഇനി നോക്കുക. ഇനി ഇതിവിടെ ഓക്കെ, അതിൻ്റെ അടിയിൽ കുറച്ചും കൂടി ഉണ്ട്. റെൻ്റ് ഒഴിവാക്കി, ടേം സിറ്റി ഒഴിവാക്കി, മറൈൻ ഡ്രൈവ് എന്നുള്ള ടേം ഞാൻ ഒഴിവാക്കി, 30 lakhs ഒഴിവാക്കി, 50 lakhs ഒഴിവാക്കി, ഡ്യൂപ്ലക്സ്, ഐഡൻറ്റിറ്റി അവിടെ. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കും. അപ്പോൾ ഇത്തരം കീവേഡുകൾ ഞാൻ ഒഴിവാക്കി കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ വോളിയം എന്ന് പറയുന്നത് ജസ്റ്റ് 130 ഞാൻ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ 917 കീവേഡ് ഞാൻ ഈ റിഫൈൻ കീവേഡ് ടൂൾസ് യൂസ് ചെയ്തിട്ട് ഇതിൽ 69 കൺസെപ്റ്റ് എക്സ്ക്ലൂഡാണ്. 130 കീവേഡ്സ് ഞാൻ ഒഴിവാക്കി കഴിഞ്ഞു. ഇറലവൻ്റ് എന്ന് ഞാൻ തിങ്ക് ചെയ്യുന്ന കീവേഡുകൾ ഞാൻ ഒഴിവാക്കി കഴിഞ്ഞു. അപ്പം നമുക്കിപ്പോൾ നമ്മൾ 130 എന്നുള്ള ഫിഗറിലെത്തി. ഇനി നമുക്ക് ഈ കീവേഡുകളിലേക്ക് നോക്കാം. ഇനി നിങ്ങൾ ഈ കീവേഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ആവറേജ് മന്ത്ലി സെർച്ചസ് എന്ന് പറയുന്ന സാധനം കാണും. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കീവേഡ് വോളിയാണ് 1000 to 10,000 കീവേഡ് വോളിയുണ്ട് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് പറയുന്ന കീവേഡിന്. ഇതിൻ്റെ കോമ്പറ്റീഷൻ മീഡിയ ആണ്. ഓക്കെ, കോമ്പറ്റീഷൻ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് ടൈം, നമ്പർ ഓഫ് പീപ്പിൾ ബിഡിങ്, ആ കീവേഡിന് ബിഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. ഇത് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതിൻ്റെ അർത്ഥം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊരു പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം. കാരണം ആളുകൾ ബിഡ് ചെയ്യുന്നത് കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് കൺവേർഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആളുകൾ ബിഡ് ചെയ്യാത്തത് നമുക്ക് എടുക്കാം. ദാറ്റ്സ് എ വളരെ പോസിബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ മാത്രം നിങ്ങൾ ഈ കോമ്പറ്റീഷൻ എന്നുള്ള ടേം നമ്മൾ പരിഗണിച്ചാൽ മതി. ഹൈ കോമ്പറ്റീഷൻ ഉള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് ഒഴിവാക്കേണ്ട കീവേഡല്ല. അപ്പോൾ ന്യൂ ഫ്ലാറ്റ്സ് പ്രോജക്ട്സ് ഇൻ കൊച്ചി, ഈ കീവേഡ് ഹൈ കോമ്പറ്റീഷനുള്ള കീവേഡാണ്. ഇതിൻ്റെ ടോപ്പ് ഓഫ് പേജ് ബിഡ് ഹൈ റേഞ്ച് 423. അപ്പോൾ ഈ കീവേഡ് എന്ന് പറയുന്നത് ഹൈ സെർച്ച് ഇൻറ്റൻ്റ് ഉള്ള കീവേഡാണ്. കാരണം ഇതിന് കമ്പാരറ്റീവ്ലി ഇതിൻ്റെ പേജ് ബിഡ് ഇതിൻ്റെ ഹൈ റേഞ്ച് 423 വരെ വരുന്നുണ്ട്.
അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ 2 കോളുണ്ട്, ടോപ്പ് ഓഫ് പേജ് ബിഡ് ഹൈ ലോ റേഞ്ചും ഉണ്ട്, ടോപ്പ് ഓഫ് പേജ് ബിഡ് ഹൈ റേഞ്ചും ഉണ്ട്. അപ്പം ഇത് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ ഹൈ റേഞ്ചും ലോ റേഞ്ചും. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് നമുക്ക് എന്ത് വരും, ഈ ഒരു കീവേഡിന് 116 രൂപ വരും, മാക്സിമം ഇതിന് 423 വരും. അപ്പോൾ ആ ഒരു റേഞ്ച് അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ ഇപ്പോൾ പെർട്ടിക്കുലർ ടൈമിൽ, ഡേ ഓഫ് ദ ടൈം, പെർട്ടിക്കുലർ പീക്ക് പീരീഡിൽ ഇത് 423 വരെ എത്താം. പിന്നെ നിങ്ങൾക്ക് ഒരു 300 രൂപയായിരിക്കും നിങ്ങൾക്ക് ഇതേ കീവേഡിനെ ഒരു തേർഡ് സ്പോട്ടിൽ കാണിക്കണമെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്പോട്ടിൽ കാണിക്കണമെങ്കിൽ. അപ്പോൾ ടോപ്പ് സ്പോട്ടിലേക്ക് നിങ്ങൾ ബിഡ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ CPC കൂടും. അപ്പോൾ പല ഘടകങ്ങളുണ്ട് ഈ ടോപ്പ് റേഞ്ചിൽ എത്തണമെങ്കിൽ. നിങ്ങളുടെ പ്ലേസ്മെൻറ്റ്, നിങ്ങളുടെ ടോപ്പ് പ്ലേസ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 423. നിങ്ങളിതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി, അപ്പം ഈ ഒരു കീവേഡ് നമ്മൾ സെർച്ച് ചെയ്ത സമയത്ത് ഈ ടോപ്പ് സ്പോട്ടിൽ കാണിക്കുന്ന ആൾ സ്വാഭാവികമായിട്ട് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പം ഇതിൻ്റെ അടിയിൽ താഴത്തൊക്കെ സ്പോട്ടിൽ ആഡ് കണ്ടാവും അവിടെ. ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, CPC ഭയങ്കര കുറവായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ആ റേഞ്ച് വരുന്നത്. ഏറ്റവും കൂടുതൽ ടോപ്പ് സ്പോട്ട് കാണിക്കുക, പിന്നെ ടൈം ഓഫ് ദ ഡേ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പല ഘടകങ്ങളുണ്ട് ഈ ഒരു റേഞ്ച് തീരുമാനിക്കുന്നത്. പല സമയത്തും പലതായിരിക്കും, പ്ലേസ്മെൻറ്റിനനുസരിച്ചിരിക്കും, പിന്നെ ആളുകൾക്ക് അനുസരിച്ചും ഇത് റേഞ്ച് മാറും. ഇപ്പം ന്യൂ ഫ്ലാറ്റ്സ് പ്രോജക്ട്സ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്യുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്ത്, അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യത, ഇതിനൊക്കെ അനുസരിച്ചിട്ട് അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. അതിനനുസരിച്ചിട്ട് എന്താണ് CPC ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ഇത് ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു ഇത് ഹൈ സെർച്ച് കോമ്പറ്റീഷൻ ഉള്ളതാണ്. പിന്നെ എന്താണ്, പേജ് ബിഡ് ഹൈ റേഞ്ച് ഉള്ളതാണ്. സോ സ്വാഭാവികമായിട്ട് ഇത് നമുക്കൊരു ഐഡിയൽ കീവേഡാണ്, ഹൈ ഇൻറ്റൻറ്റ് ഉള്ള കീവേഡാണ്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലായിട്ട് ഈ കീവേഡ് യൂസ് ചെയ്യണം നമ്മളെ ക്യാമ്പയിനിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു 2 കോളാണ്, ടോപ്പ് ഓഫ് പേജ് ബിഡും ടോപ്പ് ഓഫ് ലോ ബിഡും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും ഈ കീവേഡിനെ കുറിച്ച്. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഞാനത് തൽക്കാലം ക്ലോസ് ചെയ്യാണ്. ഇവിടെ കോളംസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റം കോളത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഇടാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എനിക്ക് 3 മന്ത് ചേഞ്ച് ഇടാം, ഇയർ ഓവർ ഇയർ ചേഞ്ച് ഇടാം, പിന്നെ ഓർഗാനിക് ആവറേജ് പൊസിഷൻ നോക്കാം. ആ കീവേഡിന് നമ്മളെ അക്കൗണ്ട്, നമ്മളെ സെർച്ച് കൺസോളുമായിട്ടൊക്കെ ലിങ്ക് ചെയ്താൽ മാത്രമാണ് ഈ ഓർഗാനിക് ആവറേജ് പൊസിഷൻ കാണുള്ളൂ. അപ്പോൾ നമ്മളെ ഗൂഗിളേഡ് അക്കൗണ്ട്, നമ്മളെ ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്, അതുവഴിയാണ് ഓർഗാനിക് റിസൾട്ടൊക്കെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് രണ്ടും നമുക്കിപ്പോൾ പ്രാധാന്യമില്ല നമ്മൾ കീവേഡ് റിസർച്ചിൻ്റെ സമയത്ത്. പിന്നെ കോമ്പറ്റീഷൻ ഇൻഡെക്സ്ഡ് വാല്യൂവിനും വലിയൊരു പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക, ഹൈ സെർച്ച് ഇൻറ്റൻറ്റ് ഉള്ള കീവേഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോളം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ പേരിലിടാം. നിങ്ങൾക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എപ്പോഴും കീവേഡ് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ആ ടെസ്റ്റ് യൂസ് ചെയ്യാം. ഇതേ രീതിയിൽ നിങ്ങൾക്ക് കീവേഡ് നമ്മൾ നോക്കി വെക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇൻഡിവിജ്വലായിട്ട് ഈ കീവേഡുകൾ നമ്മൾ നോക്കുകയാണ്. ഇതിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കീവേഡുകൾ ഉണ്ടോ നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഒന്ന് ടോപ്പ് ഓഫ് പേജ് ബിഡ് ഹൈ റേഞ്ച് നോക്കുകയാണ്. അപ്പോൾ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് ഫോർ സെയിൽ ഇൻ കൊച്ചി എന്നുള്ള കീവേഡ് 620 രൂപയാണ് മാക്സിമം വരുന്നത്. അപ്പോൾ അത് ഹൈ പർച്ചേസ് ഇൻറ്റൻറ്റ് ഉള്ള കീവേഡാണ്, ഹൈ കോമ്പറ്റീഷൻ ഉണ്ട് ഈ കീവേഡിന്. അതുകൊണ്ടാണ് ഈ ഒരു കീവേഡ് വളരെ എന്താ പറയുക, സ്പെസിഫിക് കീവേഡാണ്, ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് ഫോർ സെയിൽ ഇൻ കൊച്ചി. അപ്പോൾ ഇത് സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ആവശ്യക്കാരാണിത് സെർച്ച് ചെയ്യുന്നത്, ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഓഡിയൻസ് അത് വളരെ ഹൈ ക്വാളിറ്റിയുള്ള ഓഡിയൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് 620 എന്ന് പറയുന്ന ഒരു ഫിഗറിൽ വരെ എത്തുന്നത്. ഇനി ന്യൂ ലോഞ്ച് അപ്പാർട്ട്മെൻറ്റ്സ് ഇൻ കൊച്ചി, എഗെയിൻ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കീവേഡായിട്ട് ഒരു ലോങ് ടെയിൽ കീവേഡാണ് ഇത് രണ്ടും. വളരെ റെലവൻ്റ് ആണ്. 567 വരെ എത്തുന്നുണ്ട്. ഇതിൻ്റെ മാക്സിമം 250 മുതൽ 567 വരെ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു മീഡിയം ആവറേജ് നമുക്ക് ഒരു 100, ഈ ഒരു കീവേഡ് നമുക്കൊരു 100 ക്ലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആവറേജ് CPC നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്കൊരു അപ്രോക്സിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇത് രണ്ടിനും കൂടി എടുത്തിട്ട് 620 + 71 ചെയ്തിട്ട് ഒരു 1.8 കൊണ്ട് നിങ്ങളൊന്ന് ഹരിച്ചാൽ മതി. ഞാനത് സാധാരണ 1.8 കൊണ്ടാണ് ഹരിക്കാറ്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ 60 ഓക്കെ ഇത് 71ഉം 620 നമ്മൾ ആഡ് ചെയ്തിട്ട് 620 + 71 ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിനെ നിങ്ങൾ ഹരിക്കേണ്ടത് ഏകദേശം ഒരു 1.8 കൊണ്ട് ഹരിക്കാം. ഒരിക്കലും 2 കൊണ്ട് ഹരിക്കരുത്, 1.8 കൊണ്ടാണ് നിങ്ങൾ ഹരിക്കേണ്ടത്. ഒരു 383 നമുക്കിവിടെ വന്നിരിക്കുന്നത്, അല്ലേ? 383.
അപ്പോൾ 383 ഒരു 400 രൂപ ഒരു ആവറേജ് നിങ്ങൾക്ക് ഈ കീവേഡിന് നിങ്ങൾക്ക് വരുമെന്ന് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. മാക്സിമം കേസിൽ 600 രൂപ വരും, മിനിമം കേസിൽ 71 വരും. ഒരു ആവറേജ് ആയിട്ട് നമുക്കൊരു 400 രൂപ, 380 ഇവിടെ ഞാൻ എടുത്തത്, അതിന് ഞാനൊരു 400 CPC ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു ക്ലിക്കിന് നിങ്ങൾക്ക് ഈ ഒരു കീവേഡിന് ഒരു 400 രൂപ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ കീവേഡിന് നിങ്ങൾ യൂസ് ചെയ്യുന്ന കീവേഡിന് ഒരു CPC ആവറേജ് കണ്ടെത്താം. ബൈ 2 ഞാൻ ചെയ്യാറില്ല, 1.8 ആണ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു റിയൽ കേസ് സെനാരിയോയിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് അപ്കമിങ് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി, ന്യൂ ഫ്ലാഗ് പ്രോജക്റ്റ് ഇൻ കൊച്ചി, ന്യൂ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി, വാട്ടർ ഫ്രണ്ട് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി, ഇതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കീവേഡാണ്. പ്രീമിയം ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി, ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് കൊച്ചി ഫോർ സെയിൽ. സോ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് വളരെ ക്വാളിറ്റിയുള്ള കീവേഡ്സാണ് കിട്ടിയത്. ഇനി 4 BHK ഫ്ലാറ്റ്സ്, ഈ 4 BHK എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതിൽ കസ്റ്റമൈസ് ചെയ്യാൻ ഇതെടുക്കുക. ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. ഇവിടെ ഫിൽറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കീവേഡ് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത് കൊടുക്കാം. കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഹൈ കോമ്പറ്റീഷൻ, ആഡ് ഇംപ്രഷൻ ഷെയർ മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ടോപ്പ് ഓഫ് പേജ് ബിഡ് ലോ റേഞ്ചോ, ടോപ്പ് ഓഫ് പേജ് ബിഡ് ഹൈ റേഞ്ചും വെച്ചിട്ട് നിങ്ങൾക്ക് ഇതാക്കാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. അപ്പം നമ്മൾ തൽക്കാലം കീവേഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഡസ് നോട്ട് കണ്ടെയ്ൻ 4 BHK. അപ്പം 4 BHK സ്പെസിഫിക് ആയിട്ട് സെർച്ച് ചെയ്യുന്ന ആളുകൾ എനിക്ക് വേണ്ട. ഞാനത് കീവേഡ് ഞാൻ സെമാൻറ്റിക് മാച്ചാണ് വെക്കുന്നത്. സെമാൻറ്റിക് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 BHK എന്നുള്ളത് എന്താ പറയുക, മീനിങ് ആണ് അവിടെ നോക്കുക. ഓക്കെ, ടെക്സ്റ്റ് മാച്ച് ഉപരിയായിട്ട് മീനിങ് ആണ് അത് അവിടെ സെമാൻറ്റിക് മാച്ചിൽ നോക്കുക. അപ്പോൾ 4 BHK ഫ്ലാറ്റ് പോയി. ഇപ്പോൾ ഏകദേശം എത്ര കീവേഡ്, ഇപ്പോൾ നമുക്ക് എത്ര, നമ്മുടെ സ്ട്രെങ്ത് എത്രയായി മാറിക്കഴിഞ്ഞു, 110 മാറിക്കഴിഞ്ഞു. 110 കീവേഡാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇനി നിങ്ങൾക്ക് റീസെയിൽ എന്നുള്ള ടേം വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ റീസെയിൽ ഒഴിവാക്കുകയാണ്. എനിക്ക് പുതിയ ഫ്ലാറ്റാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ എന്ത് കൊടുത്തു വെച്ചാൽ ഒരു റീസെയിൽ കൊടുത്തു, അപ്ലൈ. അപ്പോൾ ഞാൻ റീസെയിൽ ഒഴിവാക്കി. ഇനി ബിലോ 25 ലാക്ക്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇതെനിക്ക് വേണ്ട, എൻ്റെ കുറച്ചും കൂടി ലക്ഷറിയാണ്. അപ്പോൾ ഇത് സെമാൻറ്റിക് മാച്ച് കൊടുത്തിട്ട് 25 ലാക്ക് എന്നുള്ളത് ഒരു 50 ലാക്ക് ഞാൻ കൊടുത്തു. ഓക്കെ, 25 ലാക്ക് ഉണ്ടായിക്കോട്ടെ. ബിലോ 10 ലാക്ക് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ബിലോ 10 ലാക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ ബിലോ എന്നുള്ള വേർഡ് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ഒഴിവാക്കാനുള്ള തീരുമാനത്തിലെത്തി. ബിലോ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ബിലോ എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് വരും. അപ്പം ബിലോ 10. അപ്പം നിങ്ങൾ നോക്കുക, അത്തരത്തിലുള്ള കീവേഡുകൾ നിങ്ങൾ ഒഴിവാക്കണം. പിന്നെ ഇതൊക്കെ ഈ കുണ്ടന്നൂർ ഫ്ലാറ്റ് അതെന്ന് പറയുന്നത് ലോക്കൽ സ്പേസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ നെയിം വീണ്ടും നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. അത് ഞാൻ വീണ്ടും ഒഴിവാക്കുകയാണ്. അപ്പോൾ ആ സ്പേസ് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ ഒലീവ് ഫ്ലാറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ റിഫൈൻ ചെയ്തപ്പോൾ അതിലൊന്നും പെടാത്ത കുറേ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, മാനുവലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിവ്യൂ ചെയ്ത് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അതിനാണ് ഈ മാനുവൽ ഫിൽറ്ററിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്കൈലൈൻ ഇപ്പം നമുക്ക് 98 കീവേഡായി മാറിക്കഴിഞ്ഞു. ഓക്കെ, ഓൺഗോയിങ് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി, മാത്തർ ഫ്ലാറ്റ്സ് ഇൻ ഫോർ സെയിൽ ഇൻ കൊച്ചി, മാത്തർ എംബോട്ട്മെൻറ്റ്സ്. സോ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദിസ്. ഇതെന്താ സംഭവം എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ ആ കീവേഡും കൂടി ഇതിലിട്ടിട്ട് അതിൽ ഉൾപ്പെടുത്തുകയാണ്. എനിക്ക് ഈ കീവേഡും കൂടി എനിക്ക് ആവശ്യമില്ല. നമുക്കറിയാത്ത കീവേഡുകൾ നമ്മൾ ഒഴിവാക്കുകയാണ് നല്ലത്. ലേക്ക് വ്യൂ ഫ്ലാറ്റ്സ്, ഗോകുലം ഫ്ലാറ്റ്, ഗോകുലം അഗെയിൻ ബ്രാൻഡാണ്, നമുക്കത് വേണ്ട. നമ്മൾ ബ്രാൻഡ് ടേമിന് നമ്മൾ ബിഡ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. ബ്രാൻഡ് ടേമിന് ബിഡ് ചെയ്യുമ്പോൾ നമ്മുടെ CPC ഭയങ്കര കൂടും, നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള കീവേഡുകൾ ഞാൻ ഒഴിവാക്കുകയാണ്. പിന്നെ ബഡ്ജറ്റ് ഫ്ലോർ സെയിൽ കൊച്ചി, സ്റ്റുഡിയോ ഫ്ലാറ്റ് ഫോർ സെയിൽ. സ്റ്റുഡിയോ ഫ്ലാറ്റ് എഗെയിൻ, സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം. സ്റ്റുഡിയോ എന്നുള്ള ടേം വന്ന് ഒഴിവായി. ഇപ്പോൾ ഫലത്തിൽ നമ്മൾ എൽഡറഡോ ഫ്ലാറ്റ്, അപ്പോൾ അതും നമ്മൾ ഒഴിവാക്കണം. ഫ്ലാറ്റ് കോസ്റ്റ് ഇൻ കൊച്ചി, ഈ കോസ്റ്റ് ഇൻ കൊച്ചി അടിക്കുന്ന ആൾക്കൊന്നും നമുക്ക് വേണ്ട. അതൊരു ബേസിക്കലി ഒരു റിസർച്ച് ടേമാണ്. ഒരു എന്തൊക്കെയാണ് അതിൻ്റെ കോസ്റ്റ് എന്നുള്ള ഒരു റിസർച്ച് ടേമാണ്.
അപ്പം ഇതേ രീതിയിൽ പ്രൈസ്, കോസ്റ്റ്, പിന്നെ അങ്ങനത്തെ ടേമൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതൊക്കെ ഒരു എന്താ പറയുക, അതിനൊന്നും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ബിഡ് ചെയ്യാൻ നിൽക്കരുത്. കാരണം അതൊക്കെ ഒരു അവയർനെസ് സ്റ്റേജിൽ ആളുകൾ ഇതാക്കുന്നത്. ഫ്ലാറ്റ് ഇൻ കൊച്ചി 12 lakhs, ഇത് നമുക്ക് വേണ്ട. 12 lakhs. അപ്പോൾ ഇപ്പം നമ്മളെ കീവേഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇപ്പം എത്രയായി നമ്മൾ ഒഴിവാക്കി നമ്മളിപ്പം 81 കീവേഡിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഇപ്പോഴും വേണ്ട. ഫ്ലാറ്റ്സ് എറണാകുളം ഫോർ 25 lakhs. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഈ നമ്പറുകൾ 25 lakh ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു ഓഡിയൻസ് അല്ല. അവരൊന്നും നമുക്ക് ആവശ്യമുള്ള ഓഡിയൻസ് അല്ല. അപ്പോൾ അൽഗോരിതം ഇങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. ഫ്ലാറ്റ് ഫോർ സെയിൽ പറഞ്ഞാൽ ബിലോ 40 lakh, ബിലോ 35 lakh ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം കീവേഡുകൾ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കീവേഡുകൾക്ക് ഒഴിവാക്കുക. പിന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു 71 കീവേഡായി. ഇപ്പം നമുക്കിത് മാനേജ് ചെയ്യാൻ കുറച്ച് എളുപ്പമായി. അപ്പോൾ ആ എളുപ്പമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമുക്ക് ഇനി നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ഇതിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് നേരെ എല്ലാ കീവേഡും കൂടി നമുക്കൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്ലാനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഞാനിത് പ്ലാനിൽ സാധാരണ ഞാൻ ആഡ് ചെയ്യാറില്ല. കാരണം പ്ലാനിൽ ആഡ് ചെയ്താൽ എനിക്കിത് ഇത് സെഗ്രിമെൻറ്റ് ചെയ്യാനും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഫ്യൂച്ചറിൽ നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കീവേഡൊക്കെ നമ്മൾ എന്താണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത്, ഇതിനെ ഇനിയും നമ്മൾ തീമാറ്റിക്കലി ഓർഗനൈസ് ചെയ്യും. ഇപ്പം നമ്മുടെ ക്യാമ്പയിനിൽ 71 കീവേഡാണുള്ളത്, ഹൈ പർച്ചേസ് ഇൻറ്റൻ്റുള്ള. അപ്പോൾ ഈ 75 കീവേഡിനെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇതിൽ നമ്മൾ ആദ്യം ഒരു കാര്യം കൂടി നമ്മൾ പറയാൻ വിട്ടുപോയി. നമുക്ക് ഹൈ പർച്ചേസ് ഇൻറ്റൻ്റുള്ള ഇതാണ് വേണ്ടത്. അപ്പം ഞാനിതിൻ്റെ മാക്സിമം ഒരു 200 രൂപ വെച്ചിട്ട് ഞാൻ ലിമിറ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു 201 ടോപ്പ് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി, അബാദ് ഫ്ലാറ്റ് കൊച്ചി. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ വളരെ വില കുറവുള്ള കീവേഡുകൾ ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റ്സ് ഇൻ വടുതല ഇത് എനിക്ക് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി ഫോർ 15 lakh, അപ്പോൾ 54.77. ടോപ്പ് ബിൽഡേഴ്സ് ഇൻ എറണാകുളം 62. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലോ ക്വാളിറ്റിയുള്ള കീവേഡുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ടോപ്പ് ഓഫ് പേജ് ബിഡ് ലോ ആണ്. അപ്പം നമുക്കൊരു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 201 എന്നുള്ളതിന് അബാദ് ഫ്ലാറ്റ്, ഇത് ബേസിക്കലി ഒരു ബ്രാൻഡ് ടേമാണ്. അത് നമുക്ക് ആവശ്യമില്ലാത്തൊരു കീവേഡാണ്. ബെസ്റ്റ് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. ഓക്കെ, അപ്പോൾ ഇവിടെ താഴത്തേക്ക് 201 ടോപ്പ് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി, അബാദ് ഫ്ലാറ്റ് കൊച്ചി. ഓക്കെ, അബാദ് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ 203 മുകളിലേക്കുള്ള കീവേഡുകളെ ഞാൻ ഇപ്പോൾ തൽക്കാലം എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ ഇവിടെ വീണ്ടും ഒരു ഫിൽറ്റർ കൊടുത്തിട്ട് ടോപ്പ് ഓഫ് പേജ് ബിഡ് ഹൈ റേഞ്ച് ഗ്രേറ്റർ ദാൻ 203 കൊടുക്കണം. ഇപ്പോൾ ഫലത്തിൽ എൻ്റെ കീവേഡ് എത്രയായി എന്ന് പറയാം, 28 കീവേഡായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ കീവേഡൊക്കെ ഹൈ റേഞ്ചുള്ള കീവേഡുകളാണ്. മാക്സിമം ടോപ്പ് ഓഫ് ബിഡ് 203 വരെ ഉള്ളുണ്ട്. ചോയ്സ് അപ്പാർട്ട്മെൻറ്റ്സ് ഇൻ കൊച്ചി. ഇനിയും ഇതിൽ കുറേ പെർട്ടിക്കുലർ അപ്പാർട്ട്മെൻറ്റിന് വേണ്ടി സെർച്ച് ചെയ്യുന്നത്, അതൊക്കെ ഒഴിവാക്കണം. ബാക്കിയുള്ള കീവേഡുകളൊക്കെ ഹൈ റെലവൻറ്റ് കീവേഡുകളാണ്. ഫ്ലാറ്റ് പ്രോജക്ട്സ്, ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് ഫോർ സെയിൽ ഇൻ കൊച്ചി, ന്യൂ ലോഞ്ച് അപ്പാർട്ട്മെൻറ്റ്സ് ഇൻ കൊച്ചി, അപ്കമിംഗ് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി, ന്യൂ ഫ്ലാറ്റ്സ് പ്രോജക്ട്സ് ഇൻ കൊച്ചി, ഫ്ലാറ്റ് പ്രോജക്ട്സ് ഇൻ കൊച്ചി, ന്യൂ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി, ലക്ഷറി ഫ്ലാറ്റ്സ് ഫോർ സെയിൽ ഇൻ കൊച്ചി, Vigaland apartments in Kochi, luxury apartment in Kochi for sale. So every keyword is very important. So now you can start creating campaign based on these keywords. So നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഈ കീവേഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളെ ക്യാമ്പയിൻ്റെ കോസ്റ്റും കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക, ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മാത്രമായിരിക്കും ഇത് സംഭവിക്കുക. പിന്നീട് നിങ്ങൾ മാക്സിമൈസ് കൺവേർഷനൊക്കെ യൂസ് ചെയ്യുന്നതോറും നിങ്ങളെ എമൗണ്ട് കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ മാനുവൽ ഇനീഷ്യലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കീവേഡ് നിങ്ങൾക്ക് ഒരു മാനുവൽ ബിഡിങ് വെച്ചിട്ട് പോലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം മാനുവൽ ബിഡിങ് വെച്ചാൽ പോലും ഇതിലൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പുതിയ അക്കൗണ്ട് ആണെങ്കിൽ മാനുവൽ ബിഡിങ് സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാം. അഥവാ നിങ്ങൾ മാക്സിമൈസ് കൺവേർഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് ടൈം എടുക്കും.
പിന്നെ കുറച്ച് കഴിഞ്ഞാലും കുറച്ചൊരു മാസങ്ങൾ കഴിഞ്ഞാലും പിന്നെയും അതിന് എന്താ പറയുക കുറച്ച് ക്യാഷ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇനി ഇതിൽ നിങ്ങൾക്ക് ഇതിന് ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാമ്പയിൻ ക്രിയേഷൻ സ്റ്റേജിൽ യൂസ് ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വീഗാലാൻഡ് പോലുള്ള കീവേഡുകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. ബ്രാൻഡ് ടേംസ് ഒക്കെ ഒഴിവാക്കാം. ചോയ്സ് അപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ഇത് അഗെയിൻ കുറയും. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു കുറച്ച് ഇത് മാത്രം മതി, കുറച്ച് കീവേഡുകൾ മാത്രം നിങ്ങൾക്ക് മതി. കുറച്ച് ആഡ് ഗ്രൂപ്പുകൾ മാത്രം നിങ്ങൾക്ക് മതിയാവും ക്യാമ്പയിന്. ഒരു ഇതിൽ പാകപ്പെട ഒരു 30-40 കീവേഡല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫോർ എക്സാമ്പിൾ ഇവിടെ 26 കീവേഡാണ് എക്സാക്റ്റ് ഉള്ളത്. അപ്പോൾ 24 കീവേഡിന് നിങ്ങൾക്ക് ഒരു 5 ആഡ് ഗ്രൂപ്പ് മതി. ഒരു ആഡ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരു 5 കീവേഡ് വെച്ച് കഴിഞ്ഞാൽ 5 ആഡ് ഗ്രൂപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ക്യാമ്പയിൻ റൺ ചെയ്യാൻ പറ്റും. ക്ലീൻ ക്യാമ്പയിൻ ആയിരിക്കും. മാക്സിമൈസ് കൺവേർഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈവൻ മാനുവൽ CPC യൂസ് ചെയ്യാം. താങ്ക് യു ഓൾ.